മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യുഎഫ നേഷൻസ് ലീഗിന്റെ കിരീടം പോർച്ചുഗൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് നടന്ന ഫൈനലിൽ സ്പെയിനെ പെനാൽറ്റിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കപ്പ് പോർച്ചുഗലിനെ തേടിയെത്തിയത്. ഇന്നത്തെ മാച്ചിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 90 മിനിറ്റിൽ രണ്ട് ടീമുകളും 2-2 എന്നുള്ള സ്കോറിൽ മുമ്പോട്ട് പോയി. കളി എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിൽ ഇരു ടീമുകൾക്കും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പെനൽറ്റിയിൽ 5-3 സ്പെയിനെ തോൽപ്പിച്ചുകൊണ്ട് ഈ ഒരു നേട്ടം പോർച്ചുഗൽ സ്വന്തമാക്കുന്നത്. ഇപ്പൊ സ്പെയിനെ പറ്റിയിട്ട് കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊസിഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് ഹൈ ഇന്റൻസിറ്റി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീം തന്നെയാണ് സ്പെയിൻ. അവരുടെ അറ്റാക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ലെഫ്റ്റ് വിങ്ങിൽ നിക്കോ വില്യംസും റൈറ്റ് വിങ്ങിൽ യമാലുമാണ് അവരുടെ തുറുപ്പ് ചീട്ട്. ഇന്നും ചാൻസുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരു ടീമുകൾക്കും ചാൻസുകൾ ഉണ്ടായിരുന്നു. സ്പെയിനാണ് പൊസിഷൻ കൺട്രോൾ ചെയ്തത്, കൂടുതൽ ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ 2-1 സോളിഡ് ആയിട്ടുള്ള ഒരു ലീഡും സ്പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള ഇന്റർവെല്ലിൽ തിരിച്ചു വരാനുള്ള ഓപ്പർച്യൂണിറ്റികൾ കൺവേർട്ട് ചെയ്യാൻ പോർച്ചുഗലിന് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ മാച്ചിലേക്ക് വരുമ്പോൾ 3-4 പെർഫോമൻസുകൾ എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, പോർച്ചുഗലിന്റെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് അവരുടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ന്യൂനോ മെൻഡിസ് ആണ്. എന്ത് കോൺഫിഡന്റ് ആയിട്ടാണ് ആ പയ്യൻ കളിക്കുന്നത്. ഇപ്പൊ 3-4 കാര്യങ്ങൾ എടുത്തു പറയണം. ഒന്ന്, ഒരു പരിധി വരെ യമാലിനെ പൂട്ടാൻ ന്യൂനോ മെൻഡിസിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫിലൊക്കെ പുള്ളി ഡ്രിബിൾ ചെയ്തിട്ട് കൂടുതൽ ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ യമാലിന് കഴിഞ്ഞില്ല. പിന്നെ ഡ്രിബിൾ ചെയ്തിട്ടുള്ള ആ ഒരു ആക്സലറേഷൻ എന്ന് പറയുന്നത് മെൻഡിസിന്റെ സൈഡിൽ നിന്ന് ബ്രില്യൻ്റ് ആയിട്ട് 3-4 അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തു. പുള്ളി ഒരു ഗോൾ അടിച്ച് ഒരു അസിസ്റ്റ് കൊടുത്തു. അങ്ങനെ ഓവറോൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ന്യൂനോ മെൻഡിസിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റൊണാൾഡോയുടെ പേരും എടുത്തു പറയണം. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് റൊണാൾഡോയുടെ ആ ഒരു ഗോൾ വരുന്നത്. പുള്ളിയുടെ പ്രസൻസ് ഓഫ് മൈൻഡും ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നു എന്ന് തോന്നിക്കുന്ന ഒരു ഗോളായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഹാഫ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെയിന്റെ സൈഡിൽ നിന്ന് ചാൻസുകൾ ഉണ്ടായിരുന്നു. പെഡ്രിക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാൻസ് നിക്കോ വില്യംസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ പുള്ളിക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. നിക്കോ വില്യംസിന്റെ ഒരു ഡയറക്റ്റ് ഷോട്ട് ഉണ്ടായിരുന്നു. അത് കുറച്ച് കേർവ് ചെയ്തിട്ട് റൈറ്റ് വിങ് കോർണറിലേക്കാണ് അടിച്ചത്. പക്ഷെ അതും പോസ്റ്റിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇങ്ങനെ 3-4 ചാൻസുകൾ സ്പെയിന്റെ സൈഡിൽ നിന്ന് വന്നു. എടുത്തു പറയേണ്ടത്, ക്ലോസ് റേഞ്ചിലുള്ള ഈ ചാൻസുകൾ സ്പെയിന് വിട്ടുകളഞ്ഞു, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത് ഒരു പ്രശ്നം തന്നെയായിരുന്നു. എന്നാൽ റൈറ്റ് വിങ്ങിലൂടെ സുബിമണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പന്ത്, പുള്ളി വിങ്ങിലേക്ക് അത് പാസ് ചെയ്യുന്നു. യമാല ബോൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു അടിപൊളി ക്രോസ് പോസ്റ്റിലേക്ക് ഇടുകയാണ്. ഇവിടെ റൂബൻ ഡിയാസ് ഈ ബോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. ഡിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പന്ത് സുബിമണ്ടിയുടെ കാലിലേക്ക് എത്തുന്നു. റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം, പുള്ളി അത് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ 21 മിനിറ്റിൽ 1-0 ലീഡ് സ്പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ 5 മിനിറ്റിനുള്ളിൽ തന്നെ കളിയിലേക്ക് തിരിച്ചു വരാൻ പോർച്ചുഗലിന് കഴിഞ്ഞു. മെൻഡിസിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോള് എടുത്തു പറയേണ്ടത്, പുള്ളി പാസ് കൊടുക്കും എന്ന് തോന്നിപ്പിക്കുന്ന ഘട്ടത്തിൽ ഒരു ടച്ച് എടുത്തുകൊണ്ട് പോസ്റ്റിലേക്ക് ഓടിക്കയറുന്നു. പുള്ളിയുടെ ആ ഫിനിഷിംഗ് എന്ന് പറയുന്നത് ലിറ്ററലി ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്പീഡും ആക്യുറസിയും തന്നെയാണ് ആ ബോള് ബീറ്റ് ചെയ്തുകൊണ്ട് പോസ്റ്റിലേക്ക് എത്തിയതെന്ന് പറയേണ്ടി വരും. നല്ലൊരു ഗോളായിരുന്നു. അങ്ങനെ 1-1 26 മിനിറ്റിൽ പോർച്ചുഗൽ കളിയിലേക്ക് തിരിച്ചു വരികയാണ്. അതിനുശേഷം 1-2 ഹാഫ് ചാൻസുകളൊക്കെ പോർച്ചുഗൽ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ പെഡ്രോ നെറ്റോയുടെ റൺ ഉണ്ടായിരുന്നു. റൊണാൾഡോക്ക് ഒരു ഹാഫ് ചാൻസ് കിട്ടി. പക്ഷേ ഇത് കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഇവിടെ ഹാഫ് ടൈം കഴിയുന്നതിന് തൊട്ട് മുമ്പ് സ്പെയിന് വീണ്ടും 2-1 എന്നുള്ള ലീഡിലേക്ക് എത്തുകയാണ്. 2 കാര്യങ്ങളാണ് ഈ ഗോളിന്റെ സെറ്റപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന. പെഡ്രിയുടെ ഒരു വിഷൻ, പുള്ളി കൊടുത്തിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പാസ്, ഒയസബാലുടെ ഒരു പെർഫെക്റ്റ് റൺ. പുള്ളി ഓഫ് സൈഡ് ആണെന്ന് തോന്നിപ്പിക്കുന്ന റണ്ണായിരുന്നു, പക്ഷെ ഓഫ് സൈഡ് അല്ല, കറക്റ്റ് ആയിട്ടുള്ള റണ്ണായിരുന്നു. ഇവിടെ ഡിയാഗോ കോസ്റ്റ ആ ഒരു സ്പേസ് ക്ലോസ് ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ആ ലാസ്റ്റ് ടോ കൊണ്ടുള്ള ടച്ച് ബ്രില്യൻ്റ് ആയിരുന്നു. അങ്ങനെ 45 മിനിറ്റിൽ 2-1 ലീഡിലേക്ക് സ്പെയിൻ എത്തുകയാണ്. എന്നാൽ വീണ്ടും സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ 1-2 ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ് സുബിമണ്ടിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സുബിമണ്ടിയുടെ ആ ഒരു ബോൾ കൺട്രോൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പാസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡർ തന്നെയാണെന്നാണ് തോന്നുന്നത്.
അപ്പോൾ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിപൊളി സൈനിങ് ആയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ അവസരങ്ങൾ മുതലാക്കാൻ ശരിക്കും പറഞ്ഞാൽ സ്പെയിനിന് കഴിഞ്ഞില്ല. പിന്നീടാണ് ന്യൂനോ മെൻഡിസിന്റെ മറ്റൊരു മൂവ് വരുന്നത്. ഇവിടെ യമാലിനൊക്കെ ഡ്രിബിൾ ചെയ്ത് പോകുന്നത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആ ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവാണ് ലെഫ്റ്റ് വിങ്ങിലൂടെ പുള്ളി നടത്തിയിട്ടുള്ളത്. പുള്ളി കൊടുത്തിട്ടുള്ള ഒരു ക്രോസ് ശരിക്കും പറഞ്ഞാൽ ഡിഫ്ലക്റ്റ് ആയിട്ട് റൊണാൾഡോയുടെ അരികിൽ എത്തുകയാണ്. ഇവിടെ കുക്കറേയ റൊണാൾഡോയെ മാർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. റൊണാൾഡോയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടച്ച് വരുന്നു. അങ്ങനെ സിമോനെ കബളിപ്പിച്ചുകൊണ്ട് 2-2 എന്നുള്ള സ്കോറിലേക്ക് പോർച്ചുഗൽ തിരിച്ചു വരികയാണ്. പിന്നീട് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ഒരുപാട് പ്ലേയേഴ്സ് ഇരു ടീമുകളിലേക്കും വന്നു. എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് ഇസ്കോയുടെ ഒരു മിഡ്ഫീൽഡിന് അടുത്തുള്ള ഒരു ഷോട്ട് ഡിയാഗോ കോസ്റ്റ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സേവിലൂടെ രക്ഷപ്പെടുത്തി. അതേപോലെ 1-2 കിടിലൻ ചാൻസുകൾ പെഡ്രോ പോറോയുടെ റൈറ്റ് വിങ്ങിൽ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ചെറിയ വ്യത്യാസത്തിൽ അതും പുറത്തേക്ക് പോയി. അങ്ങനെ 90 മിനിറ്റ്സ് കഴിയുമ്പോൾ 2-2 എന്നുള്ള സ്കോറിലൂടെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. അതിനിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മെൻഡിസിന്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു റണ്ണും ഒരു പെനാൽറ്റി ഷൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓൺഫീൽഡ് റെഫറി പെനാൽറ്റി അനുവദിച്ചില്ല. അതിനുശേഷം ചെറിയ ഒന്നും തൊള്ളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എസ്കലേറ്റ് ആവാതെ റെഫറി കാര്യങ്ങൾ കൺട്രോൾ ചെയ്തു. കളി എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിലും കൂടുതൽ ചാൻസുകളൊന്നും ഇരു ടീമുകളും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ജോട്ടയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു ഹെഡറും തിരിച്ച് 1-2 ഹാഫ് ചാൻസുകൾ പോർച്ചുഗലിന്റെ സൈഡിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കൺവേർട്ട് ചെയ്യാൻ രണ്ട് ടീമുകൾക്കും കഴിഞ്ഞില്ല. അങ്ങനെ കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി. ഇവിടെയാണ് നമ്മൾ രണ്ട് ടീമുകളും നല്ല പെനാൽറ്റി എടുത്തു. എനിക്ക് തോന്നുന്നു വളരെ കോൺഫിഡൻ്റ് ആയിട്ട് 3-3 എന്നുള്ള സ്കോറോടെ 3 പെനാൽറ്റികൾ ഇരു ടീമുകളും ആദ്യം കൺവേർട്ട് ചെയ്തു. എന്നാൽ മൊറാട്ട എടുത്തിട്ടുള്ള പെനാൽറ്റിയാണ് ഡിയാഗോ കോസ്റ്റ 4ാമത്തെ ഷോട്ട് സേവ് ചെയ്യുന്നു. പിന്നീട് വന്നിട്ടുള്ള ലാസ്റ്റ് ഷോട്ട് പോർച്ചുഗൽ കൺവേർട്ട് ചെയ്തതോടെ എന്നാൽ 5-3 എന്നുള്ള സ്കോറോടെ പോർച്ചുഗൽ ഈ ഫൈനൽ വിജയിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ സെലിബ്രേഷനൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇറ്റ് മീൻസ് ലോട്ട് ടു ദ പോർച്ചുഗൽ ടീം. അവർ നന്നായിട്ട് തന്നെ കളിച്ചു, നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കൊണ്ടുവന്നു. സ്പെയിന് കിട്ടിയ ചാൻസുകൾ മുതലാക്കാൻ പറ്റിയില്ല, പക്ഷേ അവരും നന്നായിട്ട് തന്നെ ഇന്ന് പെർഫോം ചെയ്തു എന്ന് പറയേണ്ടി വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.